ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഒരുവനായ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഏറിയ പ്രാർത്ഥനയോട് തന്നെ തുറന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ. ദൈവ തിരുനാമം തുറന്നുള്ള നിമിഷങ്ങളും നമ്മുടെ നടുവിൽ മഹത്വപ്പെടേണ്ടതിന് ഏറിയ പ്രാർത്ഥനയോടെ നമുക്ക് തിരുമുഖത്തേക്ക് നോക്കാം. ഇന്ന് പകൽ വളരെ സന്തോഷത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാം എല്ലാവരും സന്തോഷത്തോடு തന്നെ എന്ന് ഞാൻ കരുതുന്നു. വിശേഷാൽ നമ്മുടെ 3 കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കർത്താവിന് ജലത്തിൽ സാക്ഷിപ്പാൻ കർത്താവ് അവസരത്തെ നൽകി. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ദൈവസഭയ്ക്കും അതൊരനുഗ്രഹമാണ്. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ സത്യം ഗ്രഹിച്ചപ്പോൾ പരപ്രേരണ കൂടാതെ ഞങ്ങൾക്ക് യേശുവിനെ പരസ്യമായി സാക്ഷിക്കണമെന്ന് ദൈവസഭയിൽ അവരുടെ സാക്ഷ്യത്തിൻ്റെ നിമിത്തം നമുക്കിന്ന് പകൽ ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. സ്നാനം കൊണ്ടെല്ലാം തീർന്നെന്ന് ആരും കരുതരുത്. ഇനിയുമാണ് അധികം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്നാനപ്പെട്ടു, എല്ലാം ഓക്കെ ആയി, പിള്ളേർ രക്ഷപ്പെട്ടു. അല്ല, മുമ്പ് പറഞ്ഞ വാക്കൊരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. സ്നാനത്തിന് ശേഷമാണ് പരീക്ഷകൾ കൂടുന്നത്. പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട്. തനിയെ നിൽക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയുടെ പിൻബലം അവർക്ക് ആവശ്യമുണ്ട്. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ ഓർത്ത് മാത്രമല്ല, ഇന്നലകളിൽ സ്ഥാനപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ വീണ്ടും കർത്താവെ കൃപയിൽ നിൽപ്പാൻ എന്നെ സഹായിക്കണമേ, ദൈവത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് അറിയാതെ ഇങ്ങനെ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടു. ഒരു പരുവമാകുമ്പം മക്കളോടൊക്കെ പറയും, ഇവിടെ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. നീ എന്തോ ചെയ്യണം? ഞാൻ ചോദിച്ചോട്ടെ, സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോവോ മക്കളെ? സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടെന്ന് നിങ്ങളുടെ സ്വർഗത്തിൽ പോവോ? ഒരു ലളിത ഉദാഹരണം പറയാം. നിങ്ങളിവിടെ നിന്ന് ഡൽഹിക്ക് പോകാനായിട്ട് കേരള എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നിങ്ങൾക്ക് കൺഫേം ടിക്കറ്റ് കിട്ടി. കറക്റ്റ് ടൈമിൽ ട്രെയിൻ വരുന്നതിന് അല്പം മുമ്പ് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ട്രെയിൻ വന്നു, നിങ്ങളുടെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി. ട്രെയിൻ നീങ്ങി അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇരുന്ന് എന്തും കാണിക്കാം. പ്രശ്നമുണ്ടാക്കുന്നു, അടുത്തിരിക്കുന്നവരെ ഉപദ്രവിക്കുന്നു, അവർക്ക് പ്രയാസകരമായ രീതിയിൽ ഞാൻ ചിലത് ഇടപെടുന്നു. ആകെ പ്രശ്നം വന്നപ്പോൾ മറ്റ് പാസഞ്ചേഴ്സ് റെയിൽവേ അധികൃതരെ അറിയിച്ചു, ഈ ബോഗിയിൽ, ഈ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ അല്പം പ്രയാസം. റെയിൽവേ പോലീസ് വന്നു, ഇയാളിനെ പിടിച്ചു പോക്കി. അതുകൊണ്ട് നമ്മൾ പറയാമെന്ന് വെച്ചോ, സാറേ കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, ഇത് റിസർവ്ഡ് സീറ്റാണ്, മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തതാണ്, ഇതെൻ്റെ സീറ്റാണ്. കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, നിങ്ങൾ ഡൽഹിക്ക് പോവുക, നിങ്ങളുടെ സീറ്റാണ്, പൈസ കൊടുത്തതാണ്. പക്ഷെങ്കിൽ നിങ്ങളെ അവിടെ ഇരുത്തത്തില്ല. കാരണം എന്താ മക്കളെ? ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങൾ പാലിക്കാതെ എൻ്റേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, സ്നാനപ്പെട്ടു, എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ട് പോകാനാ? പറഞ്ഞു. കുഞ്ഞുങ്ങളെ മാത്രമല്ല, എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത്, സ്വർഗത്തിലേക്ക് പോകാനാ. നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി നിയമങ്ങളുണ്ട്, ഇത് പാലിക്കാനുള്ളത്. ഇതൊന്നും പാലിക്കാതെ ഞാൻ സ്നാനപ്പെട്ടു, എൻ്റെ സീറ്റ് കൺഫേമാണ്, നടക്കത്തില്ല, പോക്ക് നടക്കത്തില്ല, വഴിയിൽ വെച്ച് പിടിച്ചിറക്കി വിടും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ വചനത്തിൻ്റെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് കൽപ്പനയും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ തരണമേ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അങ്ങ് എത്തിച്ചേരാൻ എന്നെ സഹായിക്കണമേ. ഇറങ്ങിത്തിരിച്ച പല ഭക്തന്മാരും വഴിയിൽ പെട്ടുപോയിട്ടുണ്ട്. യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത എത്രയോ പേരെ വേദപുസ്തകം എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും ഭക്തൻ ഇങ്ങനെ പാടിയൊരു പാട്ടുണ്ടല്ലോ, നക്ഷത്രങ്ങൾ പോലെ ശോഭിച്ച പലരെ ഞാൻ കാണുന്നില്ല. ഒരു കാലത്ത് നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചവരാണ്, പക്ഷെങ്കിൽ
നിയമം പാലിക്കാഞ്ഞതിൻ്റെ ഫലമായിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട്, നഷ്ടപ്പെട്ട് ഇന്ന് ഭക്തരുടെ ഗണത്തിൽ കാണപ്പെടാതെ നിത്യതയിലെത്താൻ കഴിയാതെ പോയ ഒരു വലിയ ഗ്രൂപ്പ് നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ നിത്യതയിൽ എത്തിച്ചേരാനുള്ള കൃപ തരണമേ. ഓരോ ദിവസവും അത് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്നാനം അതിനൊരു മുഖാന്തരമാണ്. പക്ഷെങ്കിൽ അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ നിത്യതയിലെത്താൻ കൃപ തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളും കൽപ്പനകളും പാലിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ യാത്ര ബുദ്ധിമുട്ടിലാകും. ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ 2 ട്രെയിനുകൾ വന്നു നിൽക്കുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കിടക്കുന്നത്. ഒന്ന് ഹെവൻ എക്സ്പ്രസ്, മറ്റേ ട്രെയിൻ ഹെൽ എക്സ്പ്രസ്. സ്വർഗത്തിലേക്ക് പോകുന്ന ട്രെയിൻ, നരകത്തിലേക്ക് പോകുന്ന ട്രെയിൻ. ഈ പ്ലാറ്റ്ഫോമിൽ അനേക യാത്രക്കാർ വരുന്നു. കൂടുതൽ പേരും ഹെൽ എക്സ്പ്രസ്സിലാണ് കയറുന്നത്. കാരണം അവിടെ അല്പം കംഫോർട്ട് കൂടുതലാണ്. അവിടെ നോക്കിയാൽ ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ ഹെവൻ എക്സ്പ്രസ് ഇങ്ങേ വശത്ത് കിടപ്പുണ്ട്. വളരെ ചുരുക്കം പേരാണ് കയറുന്നത്. കയറിക്കഴിഞ്ഞവർക്ക് ഒത്തിരി നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ. അതിൻ്റെ ലോക്കോ പൈലറ്റ് അല്പം കർശനക്കാരനാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇതിനകത്ത് കയറിയവർ മര്യാദയ്ക്ക് നിങ്ങളുടെ സീറ്റിൽ ഇരുന്നോണം, ഇറങ്ങിപ്പോകരുത്. അവർ പാലിക്കേണ്ട ചട്ടങ്ങൾ, നിയമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഹെൽ എക്സ്പ്രസ്സിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. ആർക്ക് വേണേലും കയറാം, എപ്പം വേണേലും ഇറങ്ങാം, എന്ത് വേണേലും കാണിക്കാം. അങ്ങനെ കുറച്ച് പേർ ഈ ഹെവൻ എക്സ്പ്രസ്സിൽ കയറിയ കുറച്ച് പേർ കുറേ കഴിഞ്ഞപ്പോൾ തോന്നി, ഇതെന്തൊരു കഷ്ടമാണ്. അതുകൊണ്ട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഹെൽ എക്സ്പ്രസ്സിൽ ഒരു പ്രശ്നവുമില്ല. തലയും കുത്തിമറിഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും അവിടെ ആരും ചോദിക്കാനുമില്ല. ഇതെന്തൊരു ജീവിതം. കുറച്ച് കഴിഞ്ഞപ്പം ഈ ഹെവൻ എക്സ്പ്രസ്സിൽ നിന്ന് കുറച്ച് പേർ ഡോറ് തുറന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഇറങ്ങരുതെന്ന് പറഞ്ഞെങ്കിലും പിടിച്ചുകെട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം. കുറച്ച് പേര് പുറത്തോട്ടിറങ്ങിയ ചോദിച്ചാൽ, എന്തൊരു ലോകം, എന്തൊരു ഫ്രീഡം, ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് എന്തും കാണിക്കാം. കുറച്ച് കഴിഞ്ഞ് ഹെൽ എക്സ്പ്രസ്സിൽ കയറി കൂട്ടുകാരെയൊക്കെ കണ്ടു. ഇങ്ങനെ നിന്നപ്പം പെട്ടെന്നൊരു ഹോൺ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പം ഹെവൻ എക്സ്പ്രസ് പോയി കഴിഞ്ഞു. പ്ലാറ്റ്ഫോം ശൂന്യം. ഇപ്പം അവിടെ ഏത് വണ്ടിയേ ഉള്ളൂ. അപ്പം ഇത് കയറിയവർക്ക് എന്തോ പറ്റി? നിങ്ങൾ കൂടെ ഉണ്ടോ? ഹെവൻ എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഹെൽ എക്സ്പ്രസ്സിൽ കയറിയവർ ഇപ്പം എവിടാ? അവർ നഷ്ടപ്പെട്ടു. ഹെവൻ എക്സ്പ്രസ് ഓൾറെഡി പോയി കഴിഞ്ഞു. വളരെ ഗൗരവത്തോടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ലോക്കോ പൈലറ്റ് ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങൾ തരും. ആ പരിശുദ്ധമാവ് തരുന്ന ആലോചനകൾ അനുസരിച്ച് നിന്നാൽ ഹെവൻ എക്സ്പ്രസ്സിൽ എനിക്ക് സ്വർഗത്തിലെത്താം. എനിക്കല്പം സ്വാതന്ത്ര്യം വേണം, ഇത്രയും അടച്ചുകെട്ട് നിയന്ത്രണങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ പിടിച്ചു നിർത്താനില്ല. സഭയുടേതായ നിയമങ്ങളൊക്കെ പറയും. പക്ഷെങ്കിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്കൊണ്ട്. ഇറങ്ങിയാൽ എപ്പോഴാ കാഹളം മുഴങ്ങുന്നത് അറിയത്തില്ല. വളരെ ഗൗരവത്തോടെ ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിച്ചോട്ടെ. കാഹളം എപ്പോൾ മുഴങ്ങും നമുക്കറിഞ്ഞുകൂടാ. ഏത് സമയവും കാഹളം മുഴങ്ങാം. കാഹളം മുഴങ്ങുമ്പോൾ ഞാൻ എവിടെയാ, അതനുസരിച്ചായിരിക്കും എൻ്റെ യാത്ര. ഞാൻ ഒരുക്കത്തോട് ആ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, ഞാൻ ഇന്നും ദൈവസഭയുടെ അംഗമായി വചനം പ്രമാണിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, കാഹളം മുഴങ്ങിയാൽ എനിക്ക് ഒരുക്കപ്പെടാൻ കഴിയും. ഇല്ല എങ്കിൽ കൈവിടപ്പെടും. ദൈവമക്കളെ, ഞാൻ ആവർത്തിച്ചോട്ടെ, കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്. നമ്മൾ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണം. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചോട്ടെ. ഈ കൈവിടപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ അനുഭവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഉദാഹരണം തന്നെ ഞാൻ എടുക്കാം. ഹെവൻ എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങി ഹെൽ എക്സ്പ്രസ്സിൽ കയറി. ഹെവൻ എക്സ്പ്രസ് സ്റ്റേഷൻ വിട്ടു. ഈ നിൽക്കുന്ന ആൾക്കാരോട് ഹെൽ എക്സ്പ്രസ്സിലെ യാത്രക്കാരെന്തോ പറയും? പറഞ്ഞേ, എന്തോ പറയും? നീ വലിയ ഭക്തനാണെന്നില്ലേ പറഞ്ഞേ? ഞങ്ങൾക്ക് ഒത്തിരി നന്മകൾ അനുഗ്രഹം കൊണ്ടെന്നില്ലേ പറഞ്ഞേ? ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്. എന്തി
നീ ലോകത്തിൻ്റെ സുഖം വല്ലതും കിട്ടിയോ നിനക്ക്? പേടിയാ, സഭക്കാർ വല്ലതും പറയും, പാസ്റ്റർ വല്ലതും പറയുന്നത് കണ്ട് നീ ലോകത്തിൻ്റെ സുഖം നിനക്ക് കിട്ടിയില്ല, നിത്യത കിട്ടിയോ? ദൈവമക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, ലോകത്തിലെ ഏറ്റവും അരിഷ്ട മനുഷ്യൻ ആരായിരിക്കും? കൈവിടപ്പെട്ടു പോകുന്നവരാ. ലോകമനുഷ്യൻ അറ്റ്ലീസ്റ്റ് ഈ ലോകത്തിൻ്റെ സുഖമെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടെ ഉറപ്പിച്ചോട്ടെ, ആരും നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, മധ്യാകാശമായി ദാനിയേൽ, ഇവിടേക്ക് കയറി വരിക എന്നുള്ള ആ കാഹളനാദം എപ്പോൾ കേൾക്കും നമുക്കറിഞ്ഞുകൂടാ. ഈ എപ്പോൾ കേട്ടാലും കർത്താവേ ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് എടുക്കപ്പെടാനുള്ള ഒരുക്കത്തോട് നമ്മുടെ ജീവിതമായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിനോടൊപ്പം എടുക്കപ്പെടാൻ കഴിയും. വലുവനായ കർത്താവ് അതിന് നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ആകരുത്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിലെ ഒരു ചിന്ത ദൈവമക്കൾ പങ്കുവച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ് മതി. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് ഈ 95 മുതലുള്ള സങ്കീർത്തനങ്ങൾ. ഞാൻ എൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നും പറയുന്നില്ല. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ വായിച്ചത് അതിൻ്റെ തൊട്ടുമുകളിലത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ലൈനോടൊന്ന് വായിക്കാമോ? മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അപ്പോൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വം. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് കണ്ട തിരിച്ചറിഞ്ഞ മഹത്വപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും നമ്മൾ മാന്യതയോട് സ്വീകരിക്കും, ബഹുമാനിക്കും. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റ് അഥവാ പ്രൈം മിനിസ്റ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു വരുന്നത് പോലെയോ ഒരു സാധാരണക്കാർ വരുന്നത് പോലെയുള്ള സ്വീകരണമായിരിക്കത്തില്ല അവിടെ കൊടുക്കുന്നത്. കാരണം നമ്മൾ പറയത്തില്ലേ, വരുന്നത് ആരാ? പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെതായ മാന്യത കാണിക്കണം. ഇനി കർത്താവിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ദൈവം ആരാ? ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണോ? ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണോ? ഇവിടെ കൊണ്ടൊന്നും എൻ്റെ കർത്താവിനെ ഒതുക്കാനൊക്കത്തില്ല. സകലത്തിൻ്റെയും ഉടയവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ആ ദൈവത്തിൻ്റെ നാമം തിരിച്ചറിഞ്ഞ് അതിന് തക്ക മഹത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പറയണം, കർത്താവേ, അങ്ങേക്ക് മഹത്വം കൊടുക്കാൻ അങ്ങ് ആരാണെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ. നമുക്ക് പലപ്പോഴും ദൈവം ആരാണെന്നുള്ള ബോധ്യം ഉണ്ടായിട്ടില്ല. എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ ഏത് ആവശ്യവും സാധിച്ചു തരുന്ന, ഞാൻ അപ്പാന്ന് വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്ന, എൻ്റെ കണ്ണീരൊപ്പുന്ന, എൻ്റെ കൂടെയുള്ള, നല്ലതാ യേശു, അതൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ അതിനപ്പുറത്ത് തിരിച്ചറിയണം, സർവത്തിൻ്റെയും ഉടയവനായ രാജാതി രാജാവായ ആ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ വെളിപ്പാട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. 148 സങ്കീർത്തനത്തിൽ വായിക്കണ്ട, അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. പർവ്വതങ്ങൾ, കുന്നുകൾ, സമുദ്രം, ഈ ഭൂമിയിലെ ആ തീയ്, മഴ, ഇങ്ങനെ ഒരു ലിസ്റ്റ് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, യുവാക്കന്മാർ, യുവതികൾ, വൃദ്ധന്മാർ, ബാലന്മാർ, ഇവരെല്ലാവരും ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ആരെയും കർത്താവ് അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും ആ ഭാഗത്തേക്ക് ഒന്നുകൂടി വരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു വാക്യം ദൈവമക്കൾ ശ്രദ്ധയിലൂടെ വേദം കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 3. ആ ആ ആ ആ മതി. ആ ഭാഗത്ത് നിങ്ങൾ പിന്നീട് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പോൾ ആരും വായിക്കാൻ ശ്രമിക്കരുത്, ഞാൻ പറയുന്നത് കേൾക്കുക. 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം,
വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അങ്ങനെയെങ്കിൽ കർത്താവ് സിംഹാസനസ്ഥനായിരിക്കുമ്പോൾ ഇരുവശത്തുമായി 24 സിംഹാസനത്തിൽ 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാരുടെയും തലയിൽ എന്തുണ്ട്? പൊൻകിരീടം. ഇനിയും അതിൻ്റെ 9 മുതൽ ഒന്ന് വായിച്ചു. ബാക്കി ഭാഗം തൽക്കാലം അവിടെ വിടുക. ആ ഒരു മിനിറ്റ് നിർത്തണേ. അതിൻ്റെ തൊട്ടുമുകളിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചില ജീവികൾ, 6 ചിറകുള്ള ജീവികൾ, ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ, വായിച്ചോളൂ. ആ ആ അടുത്തതൂടെ മതി. ആ ഭാഗത്ത് ഒരു പ്രത്യേക ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോകാം. ഈ 24 സിംഹാസനത്തിൽ ഇരിക്കുന്നവർ മോശക്കാരല്ല. സിംഹാസനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അധികാരത്തിൻ്റെ ചിഹ്നമാണ്. അധികാരത്തോടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാരുടെ തലയിൽ എന്തുണ്ട്? കിരീടമുണ്ട്. അപ്പോൾ ഇവർ ഒരു കാരണവശാലും മോശക്കാരല്ല. പക്ഷെങ്കിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവന് മഹത്വം കൊടുപ്പീനെന്ന് അവിടെ നിന്നുകൊണ്ട് ആർത്തുഘോഷിക്കുമ്പോൾ, നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ, 24 മൂപ്പന്മാരും 10-ാം വാക്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അങ്ങനെയെങ്കിൽ സിംഹാസനത്തിലിരിക്കുന്ന മൂപ്പന്മാർക്കും ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, സിംഹാസനത്തിലിരിക്കുന്ന മോശക്കാരല്ല, അവർ ഉയർന്നവരാ. അവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന 24 സിംഹാസനങ്ങൾ അവരെ ഇരുത്തിയിരിക്കുക. അവരുടെ അധികാര ചിഹ്നം തലയിൽ കിരീടം വെച്ചിട്ടുണ്ട്. ഈ കിരീടം വെച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവത്തിനെ കുറിച്ച് കേട്ടപ്പോൾ, ദൈവത്തിന് മറ്റുള്ളവർ സ്തോത്രവും സ്തുതിയും അർപ്പിച്ചപ്പോൾ, ഞാൻ സിംഹാസനസ്ഥന എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സിംഹാസനത്തെ മുറുകെ പിടിച്ചിരിക്കുകയല്ല, സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുമ്പിൽ അവർ വീഴുക. തീർന്നില്ല. ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ വായിച്ചൊരു വാക്യം നമ്മൾ വായിച്ചല്ലോ. ആകയാൽ വായിച്ചോളൂ. മഹത്വവും ബഹുമാനവും ഇവർ ചെയ്ത അടുത്ത കാര്യം ശ്രദ്ധിച്ചോ? സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു, ആദ്യം വീണു. ഇപ്പം ചെയ്ത കാര്യം എന്തുവാ? കിരീടങ്ങളെ ഇടുക. കുഞ്ഞാടിന്റെ മുമ്പിൽ, അല്ലെ സിംഹാസനത്തിന്റെ നടുവിലുള്ള സിംഹാസന മുമ്പിലേക്ക് കിരീടങ്ങളെ ഇടുക. മഹത്വപ്പെടുത്തേണ്ടവനെ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ സിംഹാസനം എനിക്ക് വേണ്ടാന്ന് വെച്ചു, എൻ്റെ കിരീടം എനിക്ക് വേണ്ടാന്ന് വെച്ചു. ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്കൊക്കെ ഒത്തിരി കിരീടം എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ലോകം തന്ന കിരീടവുമുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം അതൊരു കിരീടമാണ്. എൻ്റെ പാരമ്പര്യം ഒരു കിരീടമാണ്. എൻ്റെ കുടുംബം, പിന്നെ നമുക്ക് ഒത്തിരി കാണും. പിന്നെ ചിലർ പറയത്തില്ല, ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊരു കിരീടം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതാരും തന്നതല്ല, നമ്മൾ സ്വയം എടുത്തു വെച്ചേക്കുക. അവർക്കൊന്നും അറിയത്തില്ല ഞാൻ ആരാ. ഈ കിരീടമൊക്കെ വെച്ചോണ്ട് നല്ലതാ, വെച്ചോ. വിദ്യാഭ്യാസവും നല്ലതാ, എല്ലാം നല്ലതാ, ഒന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ കുഞ്ഞാടിന്റെ മുമ്പിൽ വരുമ്പോൾ എന്തോ ചെയ്തോണം? നീ കിരീടം എടുത്ത് താഴെ ഇട്ടോണം, ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഇന്ന് പകൽ വ്യക്തമായിട്ട് ഓർപ്പിച്ചോട്ടെ, നമ്മൾ വന്നിരിക്കുന്നത് രാജാതിരാജാവിന്റെ മുമ്പിലാണ്. ആ കുഞ്ഞാടിന് മുമ്പിൽ വന്നപ്പോൾ ഇന്ന് പകൽ ദൈവമക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ പറയണം, കർത്താവേ, എന്റെ കിരീടം അതെന്തുമാകട്ടെ, ലോകം തന്നതാകട്ടെ, ഞാൻ എടുത്തു വെച്ചതാകട്ടെ, ഏത് കിരീടമാണേലും ഇന്ന് പകൽ കർത്താവേ താഴെയിട്ട് അങ്ങയ്ക്ക് മഹത്വം കൊടുക്കുവാൻ എനിക്ക് കൃപ തരണമേ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് പറയാമോ? ഇരിപ്പിലിരുന്നോട് പറ, കർത്താവേ, ചില കിരീടം വെച്ച് സിംഹാസനത്തിൽ ഞാൻ ഇരുന്നു പോയത് എന്നോട് ക്ഷമിക്കണം കർത്താവേ, അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാഞ്ഞത് കൊണ്ടാ ഞാൻ അങ്ങനെ ഇരുന്നു പോയത്.
ഞാൻ ആവർത്തിച്ചോട്ടെ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തോണം. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അതിൽ നിന്ന് എഴുന്നേൽക്കും. അവന്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടം അവൻ എടുത്തു മാറ്റും. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ ഒന്ന് തിരിച്ചറിയുമ്പോൾ, ആ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുമ്പോൾ, എന്റെ കിരീടം വലുതല്ല, എന്റെ സിംഹാസനം വലുതല്ല, അങ്ങ് മാത്രമാണ് വലിയവൻ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, അങ്ങ് മാത്രം മഹത്വത്തിന് യോഗ്യൻ. ഓ കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മാത്രമാ മഹത്വത്തിന് യോഗ്യൻ. ലോകത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ യോഗ്യരായിരിക്കാം, മാന്യരായിരിക്കാം, നല്ലത്. പക്ഷെ ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ പറഞ്ഞോണം, ഞാനൊന്നുമല്ല, എന്റെ കിരീടം ഒന്നുമല്ല, എന്റെ സിംഹാസനം ഒന്നുമല്ല. കൃപ, ദൈവകൃപ. ഈ തിരിച്ചറിവ് ദൈവമക്കൾ നമുക്കുണ്ടാകണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നാലോ? നമ്മൾ പറയും ദൈവം സ്നേഹവാനാ, ക്ഷമിക്കുന്നവനാ, ദീർഘക്ഷമയുള്ളവനാ. ആന്നു, ഇതൊന്നും അല്ലെന്ന് പറയുന്നില്ല, ആന്നു. പക്ഷെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നിടത്ത് ദൈവത്തിന്റെ ശിക്ഷ വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ഓർപ്പിച്ച്, അനേക സംഭവങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഇറങ്ങുന്നില്ല, അത്യാവശ്യം വേണ്ടത് മാത്രം ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം എടുത്താട്ടെ. നമുക്കതിൻ്റെ 20 മുതൽ ഒരു ചെറിയ പാരഗ്രാഫാണ്, വായിച്ചോളും. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 20 ഓൺവേർഡ്സ്. ആ ഉം 20 ഒന്ന് വായിക്കാമോ? അവൻ മതി. ആ ഭാഗത്ത് നിന്നൊരു ചിന്ത പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. അവിടെ വായിച്ചതാണ് 20-ാം വാക്യത്തിൽ, അവൻ സോര്യരുടെയും സീദോനിയരുടെയും നേരെ ക്രൂദ്ധിച്ചിരിക്കുമ്പോൾ, അതായത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന സുറഫൈനിക്യ ദേശത്തിൽ ഉള്ളതാണ് ഈ രണ്ട് ദേശങ്ങൾ, സോര്, സീദോൻ. ഇവർക്ക് ആഹാരം കിട്ടുന്നത് ഹെരോദാവിൻ്റെ ദേശത്തു നിന്നാണ്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ പോലെ ഇന്നും പ്രശ്നങ്ങളുണ്ട്. പണം അന്നധികം കൈകാര്യം ചെയ്യുന്നില്ല, വസ്തുവിന് പകരം വസ്തു. കടൽ തീരത്ത് പാർക്കുന്നവർക്ക് അരി ആഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യവസ്തുക്കളോ ഒരുപക്ഷെ സുലഭമല്ല. അപ്പം ഈ ഹെരോദ രാജാവിൻ്റെ ദേശത്തു നിന്ന് വേണം ഇവർക്ക് ഭക്ഷ്യസാധനങ്ങൾ കിട്ടാൻ. ഇതിന് പകരമായി ഇവരൊരു പക്ഷേ ഇവരുടെ കടൽ വിഭവങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇവർ കടൽ തീരത്തുള്ള രണ്ട് ദേശങ്ങളാണ്. രാജാവ് എന്തോ ദേഷ്യം വന്നേച്ച് പറഞ്ഞു, ഇനിയും തൊട്ട് അവർക്ക് ആഹാരം കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, ഗോതമ്പ് കൊടുക്കണ്ട, ചോളം കൊടുക്കണ്ട, എന്താണെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് രാജാവ്, കാരണം നമുക്കറിഞ്ഞുകൂടെ, രാജാവ് ക്രോധിച്ചു, ഇനിയും കൊടുക്കുന്നില്ല. ഇവർ പട്ടിണിയിലായി. മത്സ്യം കൊണ്ട് എത്ര നാൾ കഴിയാൻ പറ്റും? ഇങ്ങനെ വന്നപ്പോൾ ഇവർ തീരുമാനിച്ചു രാജാവിനെ ഒന്ന് കാണണം. അവിടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ അവിടെ ഏക മനസ്സോടെ അവൻ്റെ അടുക്കൽ വന്ന് രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്തായി സന്ധിക്കായി അപേക്ഷിച്ചു. ഈ രാജാവിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കണ്ടു. രാജാവുമായിട്ട് ഞങ്ങൾക്കൊന്ന് കാണണം, ഒരു സന്ധി സംഭാഷണം നടത്തണം. രാജാവ് ഇപ്പം ഞങ്ങളുടെ ആഹാരം എല്ലാം ബ്ലോക്ക് ചെയ്തേക്കുക, ഞങ്ങൾക്ക് ആഹാരമില്ല. ഇദ്ദേഹം രാജാവുമായിട്ട് സംസാരിച്ചു. ആ രാജ്യത്തുള്ളൊരു പട്ടിണിയില്ല, രാജാവെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് ഈ രാജാവ് അവിടെ നിന്നു, ഈ ദേശക്കാരവിടെ വന്നു. അടുത്ത വാക്യം വായിച്ചേ, നിശ്ചയിച്ച ദിവസത്തിൽ. ഇനി ആവുന്നു വായിച്ചേ. ആ ആ മതി. അവിടെ ഭാഗം ശ്രദ്ധിച്ചോണം. ഇവർ പറഞ്ഞ ദിവസം രാജാവും റെഡിയായി ഇവർ വന്നു, ഈ ദേശക്കാർ വന്നു. സീദോൻ, സോദ്യർ, ഈ ദേശക്കാരവിടെ വന്നു. രാജാവ് സിംഹാസനത്തിലിരുന്ന് രാജവസ്ത്രം ധരിച്ചുകൊണ്ട് ഇവരോടൊരു ചെറിയ പ്രഭാഷണം അങ്ങ് നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് നിന്നാൽ ഞാൻ ഫുഡ് തരാം എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ വിശദീകരണം അങ്ങ് കൊടുത്തു.
ജോസിഫസിന്റെ ചരിത്ര പുസ്തകത്തിൽ അതേക്കുറിച്ച് ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് താന് ധരിച്ച വസ്ത്രം, തന്റെ രാജവസ്ത്രത്തിന്റെ മുകളിലേക്ക് മറ്റൊരു ഒരു വസ്ത്രം എടുത്ത് ഇട്ടപ്പോൾ വെള്ളിനൂലങ്കി കൊണ്ട് തുന്നിയതായ ഒരു മേൽവസ്ത്രം താൻ എടുത്ത് ധരിച്ചു. രാവിലെ ഉദയസൂര്യന്റെ പ്രകാശകിരണങ്ങൾ ഈ വസ്ത്രത്തിലേക്ക് വീണപ്പോൾ ഈ വെള്ളി നൂൽ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ആ വെള്ളി പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വന്നു. മുഖത്തൊരു തേജസ് പോലെ തോന്നി. ഈ ജനങ്ങൾ അവിടെ വന്നോട് പറഞ്ഞു, ഇത് ആക്കിയെന്ന് വെച്ചേ, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. അവരെല്ലാം കൂടെ ആർത്ത് വിളിച്ചു പറഞ്ഞു, അയ്യോ, ഈ സംസാരിക്കുന്ന ആൾ ആരല്ല, മനുഷ്യനല്ല, പിന്നെ ആരാ? ദേവനാ. വായിച്ചേ. മതി, ഒരു മിനിറ്റ് അവിടെ നിർത്തണേ, ബാക്കി ഭാഗത്തേക്ക് വരാം. ഈ ജനമെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ, ഇത് രാജാവല്ല, മനുഷ്യനല്ല, ഇതാരാ? ഇവർക്കറിയത്തില്ല ഇത് മനുഷ്യനാന്ന്. ഞാൻ ഇടയ്ക്കൊരു ചിന്ത കയറി പറഞ്ഞോട്ടെ, ഇവരെന്തിനാ ഈ രാജാവിനെ ദേവനാക്കിയത്? ഒറ്റ വാക്കി പറയാം, കാര്യം സാധിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാം, ഒത്തിരി അച്ഛ അമ്മാമ്മയെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ ഓർത്തോണം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ ധാരണ, അയ്യോ, അവർക്ക് എന്നെ എന്ത് കാര്യമാണെന്നറിയാമോ? അവർക്ക് കാര്യമായിട്ടൊന്നുമില്ല, അവർക്കെന്തോ നിങ്ങളൊന്നും സാധിച്ചെടുക്കാനുണ്ട്. ഒത്തിരി പുകഴ്ത്തൽ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, സംതിങ് റോങ്. പൊങ്ങിപ്പോകരുത്. അവർക്കെന്തോ എന്നിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി എന്നെ ഒന്ന് പൊക്കുന്നതേ ഉള്ളൂ. ഇവിടെ സംഭവിച്ച അത്രയേ ഉള്ളൂ. ഈ രാജാവിൻ്റെ ആ വേഷവിധാനങ്ങൾ, ആ രൂപം, അല്ലെങ്കിൽ ആ രാവിലത്തെ ആ ലൈറ്റ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നാച്ചുറലായിട്ടുള്ളതായ ആ ലൈറ്റും എല്ലാം കൂടെ വന്നപ്പം ഇവരുടെ മനസ്സിൽ തോന്നിയപ്പോഴും തീരുമാനിച്ചു, എടാ, രാജാവിനെ ഒന്ന് പൊക്കിയേക്കാമെങ്കിൽ നാളെ വീണ്ടും അയാൾ ചൂടാകാതെ നമുക്ക് ആഹാരം. ഇത് ദേവനാന്നും പറഞ്ഞ് ഇവരെല്ലാം കൂടെ ആർത്തപ്പോൾ വായിച്ചു, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായ്ക കൊണ്ട് മതി. വ്യക്തമായ നിയമങ്ങൾ തിരിച്ചറിയണം. ഈ ശബ്ദം രാജാവിന്റെ ശബ്ദമാണ്. രാജാവിനെ വശത്താക്കാൻ, രാജാവിനെ പുകഴ്ത്താൻ ഇവര് ദേവനെന്ന് പറഞ്ഞ് രാജാവിന് മഹത്വം കൊടുത്തപ്പോൾ ഈ രാജാവിന് വേണമെങ്കിൽ പറയാം, ഇല്ലില്ല, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ വെറും ഒരു മനുഷ്യനാ, എനിക്ക് കസേര വന്നേ ഉള്ളൂ, നിങ്ങളെപ്പോലൊരു മനുഷ്യനാ, മഹത്വം ദൈവത്തിന് കൊടുക്ക എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാമല്ലോ, പത്രോസ് ഇവരുടെയൊക്കെ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവരെ കുമ്പിടാനായിട്ട് ജനങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞത് എന്തുവാ? അരുത്. ദൂതനെ കുമ്പിടാനായിട്ട് യോഹന്നാനെ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, അരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ രാജാവിന് വേണമെങ്കിൽ ഇവരോട് പറയാം, എനിക്കല്ല മഹത്വം തരേണ്ടത്, മഹത്വം ദൈവത്തിന് കൊടുക്ക്. അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേക പദം ഒരിക്കൽ കൂടെ വായിക്കാമോ? ദൈവത്തിന് കൊടുക്കായികയാൽ. അങ്ങനെയൊക്കെ ദൈവമക്കളെ വളരെ വിവരത്തോടെ ഓർക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്ന പ്രശ്നമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, സിംഹാസനത്തിലിരുന്നവർ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ആ മഹത്വവാനാവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മഹത്വം കൊടുത്തവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തെങ്കിൽ, മറുഭാഗത്ത് പറഞ്ഞോട്ടെ, മഹത്വം കൊടുക്കാതിരുന്നവന് ദൂതൻ അടിച്ചു, അവൻ കൃമിക്കരയായി, പ്രാണനെ വിട്ടു. വളരെ ഗൗരവത്തോടെ ചിന്ത ദൈവമക്കൾ ഏറ്റെടുത്തോണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ലെങ്കിൽ ദൈവം അടിക്കും, ദൂതനെ കൊണ്ട് അടുപ്പിക്കും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയാതെ പല മഹത്വവും ഞാൻ ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഗൗരവത്തോടെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പറ, കർത്താവേ, മഹത്വത്തിന് യോഗ്യൻ അങ്ങ് മാത്രമാ, സകല സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ അങ്ങ് മാത്രമാ. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അതാക്കി തന്നത് അങ്ങ് മാത്രമാ കർത്താവേ. എനിക്ക് മഹത്വം വേണ്ട, എനിക്ക് പുകഴ്ച വേണ്ട, അങ്ങ് മാത്രം യോഗ്യനെന്ന് പറഞ്ഞ് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ശിക്ഷ വരുമെന്നുള്ളത് മറന്നു പോകരുത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. അവിടെ ഒരു പ്രത്യേക പദം കൂടെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, കൃമിക്കരയായി പ്രാണനെ വിട്ടു. സാധാരണ കേസിൽ പ്രാണനെ വിട്ട് കഴിഞ്ഞാണ് കൃമിക്കരയാകുന്നത്. മരിച്ചു, സെമിത്തേരിയിൽ അടക്കം ചെയ്തു.
4 ദിവസം ആകുമ്പോഴേക്കും കൃമികൾ നിറയ്ക്കാൻ തുടങ്ങും. പക്ഷേ ഈ മനുഷ്യന് സംഭവിച്ചതോ? മരിക്കുന്നതിന് മുമ്പ് കൃമികൾ കയറി. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. മഹത്വം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാവുക. ഞാനൊരു ഭാഗം കൂടെ ഉറപ്പിച്ച് അവിടെ അവസാനിപ്പിക്കാൻ. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ, കൊടുത്താലുള്ള ഗുണത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കണം. മഹത്വം കൊടുക്കാതിരുന്ന പ്രശ്നമുണ്ടോ? ഹെരോദാവ് മഹത്വം കൊടുത്തില്ല, ഉണ്ടായ പ്രശ്നം നമ്മൾ കേട്ടു. ശൗമേലിൻ്റെ പുസ്തകത്തിലേക്ക് ഒന്നുകൂടി എത്താമോ? 1 ശൗമേൽ 4-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ആ മതി, അവിടെ വായിച്ചത്. നമുക്ക് ആ ചരിത്രം അറിയാവുന്നവർ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഫിനഹാസിൻ്റെ ഭാര്യ, ഏലിയുടെ മരുമകൾ, ചരിത്രമൊക്കെ അറിയാമല്ലോ. യുദ്ധം അവിടെ നടക്കുന്നു, ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ തുടക്കത്തിൽ യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നു. പെട്ടകം പാളയത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിൽ ആർത്തു വിളിക്കുക. ഈ ആർപ്പ് കേട്ടപ്പോൾ ഫെലിസ്തീൻ ഞെട്ടി. പക്ഷെ അവരുടെ പാളയത്തിലൊരു അശരീരി, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് പോകോ. ഈ അശരീരി ശബ്ദത്തിന് മുമ്പിൽ ഇവർ മുന്നോട്ട് മാർച്ച് ചെയ്തു, ഇസ്രായേലിനെ പരാജയപ്പെടുത്തി. പെട്ടകം പിടിക്കപ്പെട്ടു. ഈ യുദ്ധത്തിൽ ഏലിയുടെ മക്കൾ ഹൊഫ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ് ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഈ സമയത്ത് ഫിനഹാസിൻ്റെ ഭാര്യ, അവർ ഗർഭിണിയാണ്. അവർ ഒരു മകനെ പ്രസവിച്ചു. വായിച്ചോട് ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? 20 ആ അടുത്തതൂടെ മതി. അങ്ങനെയെങ്കിൽ ഞാൻ ഭാഗം കൂടെ പറഞ്ഞ അവിടെ അവസാനിപ്പിക്കാം. ഈ സഹോദരി പറഞ്ഞ വാക്കെന്തുവാ? മഹത്വം. നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ 4 മരണം ഒരേ സമയത്ത് നടന്നു. ഹൊഫ്നി മരിച്ചു, ഫിനഹാസ് മരിച്ചു, ഏലി മരിച്ചു, ഫിനഹാസിൻ്റെ ഭാര്യ മരിച്ചു. ഈ മരണസമയത്ത് ഈ പുരോഹിതനോ പുരോഹിതൻ്റെ മക്കൾക്കോ കിട്ടാഞ്ഞ ഒരു വെളിപ്പാട് ഈ സഹോദരിക്ക് കിട്ടി. താൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു, എൻ്റെ അമ്മായിയൊപ്പം മരിച്ചു, ഞാനും മരിക്കാൻ പോവുക. കാരണം എന്നാ? മഹത്വം. എങ്ങനെയാ പോയത്? മഹത്വം കൊടുക്കാഞ്ഞിട്ട്. എടുക്കണ്ട, ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞുവിടാം. എഹെസ്കേൽ പ്രവചനം നമ്മൾ വായിച്ചു വരുമ്പോൾ ആലയത്തിൽ കെരൂബകളുടെ മേൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം. അവിടെ ആലയത്തിൽ കെരൂബകളുടെ മേൽ മഹത്വം വസിക്കേണ്ടതിന് പകരം ഈ ആലയത്തിൽ മറ്റു പലതും, 8-ാം അധ്യായം ഒക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആലയത്തിൽ വേണ്ടാത്ത പലതും ആലയത്തിനകത്ത്. ചുവർ കുത്തിത്തിറന്ന് നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ചകൾ ദൈവികമല്ലാത്ത പലതിനെയും ആരാധിച്ചപ്പോൾ അടുത്ത ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, കെരൂബുകളുടെ മേൽ വസിക്കേണ്ട മഹത്വം ആലയം വിട്ടു മാറി. മഹത്വം വസിക്കേണ്ട ആലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി മാറി. എന്തുകൊണ്ട്? ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. അങ്ങനെയെങ്കിൽ ഈ സഹോദരി പറഞ്ഞ വാക്ക് എത്ര പ്രസക്തമാണ്. മഹത്വം ഇസ്രായേലിൽ നിന്നും പോയി. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാഞ്ഞത് കൊണ്ട് മഹത്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കൾ, ഞാൻ ആവർത്തിച്ചോട്ടെ, മഹത്വം കൊടുക്കേണ്ടത് ആർക്കാ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ലെങ്കിൽ മഹത്വം മാറും. മഹത്വം പോയത് കൊണ്ട് അന്നത്തെ മഹാപുരോഹിതൻ കൊല്ലപ്പെടുന്നു. മഹാപുരോഹിതന്റെ മക്കൾ 2 പേർ കൊല്ലപ്പെടുന്നു. ആ മഹാപുരോഹിതന്റെ മരുമകളും കൊല്ലപ്പെടുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, മഹത്വം കൊടുക്കുന്നില്ല. ഇന്ന് പകൽ ദൈവമക്കളെ, എത്ര ഗൗരവത്തോടെ ഈ വചനത്തെ ഏറ്റെടുക്കാൻ കഴിയും? എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ലെങ്കിൽ
മഹത്വം എന്നിൽ നിന്നും, എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും, എൻ്റെ സഭയിൽ നിന്നും മഹത്വം പോയിപ്പോയാൽ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കാർക്കും പറവാൻ കഴിയാത്ത രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് പറ, കർത്താവേ, മഹത്വം പോകാൻ ഇടവരരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ചോദിച്ചോട്ടെ, ഏത് കാര്യത്തിലാണ് നമുക്ക് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയുന്നത്? ദൈവം നല്ലവനല്ലേ? ദൈവം നടത്തിയ വിധങ്ങൾ എത്ര വലുതാ! ഇതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയത്തില്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കും, നമ്മുടെ ജീവിതചര്യകളൊന്നും ഓർത്ത് ഇന്ന് വരെ കൊണ്ടുവന്ന്, നമ്മളെപ്പം ഒരു പാട്ട് പാടിയല്ലോ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളു കർത്താവേ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പറ, കർത്താവേ, ഞാൻ ഇത്രത്തോളം വന്നത് എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാ. എൻ്റെ കഴിവ് കൊണ്ട് വന്നതല്ല, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ എന്തെങ്കിലും ശ്രേഷ്ഠത കൊണ്ട് വന്നതല്ല കർത്താവേ. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് അങ്ങാ കർത്താവേ. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഓ രക്തത്താൽ ജയം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങൾക്ക് തന്നതെല്ലാം, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം അങ്ങ് തന്നതാ കർത്താവേ. ആ ബോധ്യത്തോട് അങ്ങേക്ക് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം ഏൽപ്പിച്ചു കൊടുത്ത ദൈവമക്കളെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ കർത്താവേ ഞാൻ ഒന്നുമല്ല കർത്താവേ. ആ ദൈവത്തിന് മഹത്വം അർപ്പിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജയമെടുക്കുന്നു. ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഭൗതിക മേഖലകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവം എത്രത്തോളം കൊണ്ടുവന്നില്ലേ? ആത്മീയമായ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചില്ലേ? വിദ്യാഭ്യാസം നൽകിയില്ലേ? തലമുറകളെ മാനിച്ചില്ലേ? ദൈവത്തിന്റെ നന്മകൾ തന്നില്ലേ? ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ ആ വാക്ക് ആവർത്തിച്ചോട്ടെ, മഹത്വം കൊടുത്തില്ലെങ്കിൽ മഹത്വം പോയി പോകും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ചെറുതും വലുതും ഓരോ നന്മയ്ക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എനിക്ക് കഴിയണം കർത്താവേ. ഞാൻ കൊടുക്കാതിരുന്നാൽ മഹത്വം പോയി പോകും, മഹത്വം നഷ്ടമാകും, മഹത്വം കൈവിട്ടു പോകും. അനർത്ഥത്തിന്റെ ഒരു തുടർക്കഥ എനിക്ക് കേൾക്കേണ്ടി വരും കർത്താവേ. അതിനിട വരരുത് കർത്താവേ. അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. യെസ്, ഹല്ലേലൂയ. അടുത്ത എന്തോടെ പറഞ്ഞൊരു വാക്ക് അവസാനിപ്പിക്കാം. മഹത്വം കൊടുത്താൽ ഗുണമുണ്ടോ? വേദപുസ്തകത്തിൽ അനേക ചിന്തകളുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് രണ്ട് ഭാഗം മാത്രം ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ലൂക്കോസിലെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആശയം മനസ്സിലാകും. കൂടുതൽ വിശദീകരണം കൂടാതെ ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. മതി. ആ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ യേശു കർത്താവ് യെരൂശലേമിൽ നിന്ന് യാത്രയിൽ ശമരിക്കും ഗലീലയിലും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു. നമുക്കറിയാം, 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയ സംഭവമാണ്. യേശു യാത്ര പോകുമ്പോൾ കുഷ്ഠരോഗികളും യേശുവുമായി എതിർപ്പെട്ടു. പക്ഷെങ്കിൽ ഞാനിത് മുമ്പ് ഒരിക്കൽ വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിച്ചതായതുകൊണ്ട് അത് തൊട്ട് പറഞ്ഞങ്ങ് പോയേക്കാം. എല്ലാവരും പോകുന്ന വഴി കൂടെ കുഷ്ഠരോഗികൾക്ക് പോകാൻ അനുവാദമില്ല. യേശുവും ശിഷ്യന്മാരും പുരുഷാരവും മെയിൻ റോഡിൽ കൂടെ പോകുന്നു എന്ന് കരുതുക. കുഷ്ഠരോഗികൾക്ക് ആ റൂട്ട് അവിടെ അല്ല. ഇവരേതെങ്കിലും പറമ്പിക്കൂടോ കയ്യാലക്കൂടോ ഒക്കെ കയറിയാണ് പോകുന്നത്. അപ്പോൾ ഈ കുഷ്ഠരോഗികൾക്കൊരു കാര്യം മനസ്സിലായി, യേശു സൗഖ്യമാക്കുന്നവനാണ്. യേശുവിനെ എതിർപ്പെട്ടപ്പോൾ യേശുവും പുരുഷാരവും വരുന്ന ദൂരെ നിന്ന് കണ്ടപ്പോൾ അവിടെ ഒരു പ്രത്യേക പദം നമ്മൾ വായിച്ചല്ലോ, അകലെ നിന്നുകൊണ്ട്. 12-ാം വാക്യത്തിൽ 13 വായിച്ചേ. ആ ആ
അവനെ എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട് യേശുവേ നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പം ഈ കുഷ്ഠരോഗികളും യേശുവും തമ്മിൽ അകലത്തിലാണ്, 2 റൂട്ടാണ്. ദൂരത്ത് നിന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു, യേശുവേ നായക ഞങ്ങളോട്. യേശു പറഞ്ഞു, നീ പൊക്കോ, പോയി പുരോഹിതനെ കാണിച്ചു കൊള്ളുക. ഇവരെ തൊട്ടൊന്നുമില്ല. പലയിടത്ത് യേശു കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയതുണ്ട്, പക്ഷേ ഈ കുഷ്ഠരോഗികളെ തൊട്ടില്ല. പൊക്കോളാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞതിൻ്റെ കാരണം, യേശു ഒറ്റയ്ക്കാണ് തൊട്ടാനും ഈ കുഷ്ഠരോഗികളെ തൊടാനായിട്ട് യേശു അടുക്കിലോട്ട് ചെന്നാൽ ശിഷ്യന്മാർ സമ്മതിക്കത്തില്ല. യേശു അങ്ങ് അശുദ്ധനാകും, തുടരുത്. യേശു അതുകൊണ്ട് നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചോളാൻ പറഞ്ഞു. പോയ വഴിക്ക് തന്നെ 10 പേർക്കും സൗഖ്യം പ്രാപിച്ചു. 9 പേർ യഹൂദന്മാരാണ്. ഇവർ നേരെ പള്ളിയിൽ ചെന്നു. പുരോഹിതൻ സർട്ടിഫൈ ചെയ്യണം, കുഷ്ഠമില്ലെന്ന് സർട്ടിഫൈ ചെയ്താൽ ഇവൻ ആലയത്തിൽ ആരാധനയ്ക്ക് കയറാൻ ഒക്കത്തുള്ളൂ. ഒരുത്തൻ ശമരിയക്കാരൻ, അവൻ ചിന്തിച്ചു, എനിക്കിപ്പോൾ ഏത് ആലയമാണ്, എന്നെ ഏത് പള്ളിക്കാരാണ് അധികരിക്കുന്നത്? അവരെല്ലാം പാരമ്പര്യമുള്ളവരെ യഹൂദന്മാരാണ്. അവർ പോയി. ഇവന് പോകാൻ മാർഗമില്ല. ഇവൻ നേരെ എങ്ങോട്ട് വന്നു? യേശുവിൻ്റെ അടുക്ക് വന്നു. നോക്കിയപ്പോൾ ഇവനിപ്പം കുഷ്ഠമില്ല. ശിഷ്യന്മാർ നോക്കിയപ്പോഴും കുഷ്ഠരോഗി യേശുവിനെ അടുപ്പിക്കാൻ, കാരണം ഇവന് കുഷ്ഠമില്ലല്ലോ. അപ്പോൾ യേശു ചോദിച്ചു, 10 പേരല്ലായിരുന്നു, ബാക്കി 9 എന്തി? ഈ ഒരുത്തൻ മാത്രം അവിടെ എഴുതിക്കുന്ന വാചകം ഒന്ന് വായിക്കാമോ? 18 തൊട്ട് വായിച്ചു. 18 ഈ അന്യജാതിക്കാരനായ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഭാഗത്തു നിന്നൊരു ചിന്ത പറഞ്ഞോട്ടെ. 10 പേർക്ക് സൗഖ്യം കൊടുത്തപ്പോൾ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് 10 പേരും എന്തോ ചെയ്യണം? മഹത്വം കൊടുക്കണം. ആരേ കൊടുത്തുള്ളൂ? ഒരുത്തനെ കൊടുത്തുള്ളൂ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചോണം. എല്ലാറ്റിനും മഹത്വം കൊടുക്കാറുണ്ടോ? 100% മഹത്വം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഓർക്കായിരുന്നു, ഈ കൂട്ടത്തിൽ 10-1, അതായത് 10% എന്തോ കിട്ടി, മഹത്വം കിട്ടി. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചേ. ദൈവം ചെയ്ത ഉപകാരത്തിന് എത്ര % ഞാൻ മഹത്വം കൊടുക്കുന്നുണ്ട്? കാരണം കർത്താവ് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവ് ചോദിച്ചത്, നീ ഒരുത്തനെങ്കിലും വന്നല്ലോടാ, സന്തോഷം. ബാക്കിയുള്ളവൻ അവർ വഴിക്ക് പോട്ടെന്നല്ല, ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ദൈവം നിങ്ങൾക്ക് തന്ന നന്മകൾ, സൗഖ്യം, അനുഗ്രഹം 100% എൻ്റെ ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ട്, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 10% അല്ല, 100% ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ എന്ന് പറയാം, കർത്താവേ, ചെയ്ത ഉപകാരത്തിന് ഏതെങ്കിലും ഒന്നിന് നന്ദി പറവാൻ, മഹത്വം കരയറ്റാനല്ല അങ്ങനെ വിളിച്ചത്. ചെയ്ത മുഴുവൻ ഉപകാരങ്ങൾക്കും നന്ദി പറവാനാ കർത്താവിനെ വിളിച്ചത്. കഴിയുന്നില്ലെങ്കിൽ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, 10 നന്മ ചെയ്താൽ 10നും മഹത്വം കരയറ്റാൻ ഞാൻ തയ്യാറാ കർത്താവേ. പലപ്പോഴും നമ്മൾ ഒതുക്കുക, ഇന്ന വിഷയമോ, അത് സാരമില്ലെന്നേ, ചെറിയ പനിയല്ലായിരുന്നു, ഒരു ജലദോഷമല്ലായിരുന്നു, തലവേദനയല്ലായിരുന്നു, ക്യാൻസർ മാറിയാൽ മഹത്വം കൊടുക്കാം. ഹാർട്ട് അറ്റാക്ക് വന്നു തീർന്നെന്ന് ഓർത്ത അവിടുന്ന് രക്ഷപ്പെട്ട് മഹത്വം കൊടുക്കാം. ദൈവമക്കളെ, ചെറുതിന് മഹത്വം കൊടുക്കാറുണ്ടോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ പലപ്പോഴും ലിമിറ്റ് ചെയ്ത് ഒരു 10% കൊണ്ട് ഒതുക്കുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവേ, എനിക്ക് 100% ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആവർത്തിച്ചോട്ടെ. കർത്താവ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഈ ശമരിയക്കാരനല്ലാതെ കർത്താവ് പറയാണ്, ഒരുത്തനെ ഞാൻ കണ്ടുള്ളൂ, ബാക്കി 9 വരേണ്ടതായിരുന്നു, ഇവൻ ഒരുത്തനെ വന്നുള്ളൂ. അടുത്ത വാചകം കൊടുന്ന് വായിച്ചോളൂ. ഇവനോട് യേശു പറഞ്ഞൊരു വാക്ക്, നീ എഴുന്നേറ്റ് പോക്കോ, നിന്റെ വിശ്വാസം. മലയാളത്തിൽ അങ്ങനെ കൊടുത്തെങ്കിലും മറ്റു ചില ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്ന വാക്ക്, പല വാക്കുകളുണ്ട്, ദൂരണം മാത്രം ഞാൻ പറയാം. യുവർ ഫെയ്ത്ത് മേഡ് യു പെർഫെക്റ്റ്. ഈ മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് മലയാളത്തിലെ ആ വാക്ക് അത്ര കറക്റ്റ് അല്ല. മൂലഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത പല ഭാഗങ്ങളിലും പല വേർഷൻസിലും കണ്ടത്, നിന്റെ വിശ്വാസം നിന്നെ പരിപൂർണനാക്കി. അതിൻ്റെ അർത്ഥം, നീ മഹത്വം തന്നതുകൊണ്ട് നീ ഇനിയും ഈ രോഗത്തിന് അടിമയാകത്തില്ല.
വേദപുസ്തകം ഒന്നും പറയുന്നില്ലെങ്കിലും ന്യായമായ നമ്മുടെ ചിന്തയിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ 9 എണ്ണം വലിയ മിടുക്കന്മാരായി പള്ളിയിൽ പോയി പുരോഹിതനെ കാണിച്ച് അവൻ ആലയത്തിൽ കയറിയെങ്കിലും അടുത്ത ദിവസം വീണ്ടും കുഷ്ഠം ബാധിച്ചോ നമുക്കറിയത്തില്ല. ഇവനോട് യേശു എന്തോ പറഞ്ഞു? നീ പെർഫെക്റ്റായി. എനിക്ക് ചോദിച്ചോട്ടെ, ആരാ പെർഫെക്റ്റ് ആകുന്നത്? മഹത്വം കൊടുക്കുന്ന. മഹത്വം കൊടുക്കാത്തവന് തൽക്കാലത്തേക്കൊക്കെ ചില നേട്ടമുണ്ടാകാം. ശാശ്വതമായൊരു പരിഹാരം പ്രശ്നത്തിനുണ്ടാകണമെങ്കിൽ മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, എൻ്റെ പല പ്രശ്നങ്ങൾക്കും തൽക്കാലത്തേക്കൊരു ശമനമുണ്ട്, തൽക്കാലത്തേക്കൊരു പരിഹാരമുണ്ട്. വീണ്ടും ആ പ്രശ്നം എന്നെ അലട്ടുന്നെങ്കിൽ ഇന്ന് പകൽ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പൂർണ്ണമായിട്ടൊന്ന് കൊടുത്തു നോക്ക്. നിന്റെ വിശ്വാസം നിന്നെ പരിപൂർണനാക്കും. യെസ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, പലപ്പോഴും നമ്മൾ മഹത്വം പലർക്ക് കൊടുക്കും. ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ടു, പല ഡോക്ടേഴ്സിനെ കണ്ടു വിജയിച്ചില്ല. അവസാനം എവിടെയോ നമ്മൾ അറിഞ്ഞു കേട്ടൊരു ഡോക്ടറുടെ അടുക്ക ചെന്നു, അദ്ദേഹത്തിന്റെ ചികിത്സ നമുക്ക് സൗഖ്യം കിട്ടി. നല്ലത്, നമ്മൾ പറയും ആ ഡോക്ടറെ കണ്ടതാ എൻ്റെ സൗഖ്യത്തിന് കാരണം. നല്ല കാര്യമാണ്, അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ. പക്ഷെ ഇത് നമുക്ക് ഞാൻ ഉറപ്പിച്ചോട്ടെ, ആ ഡോക്ടറാണോ ആത്യന്തികമായിട്ട് എനിക്ക് സൗഖ്യം തന്നത്? എൻ്റെ ദൈവമാണ് എനിക്ക് സൗഖ്യം തന്നത്. എന്നോടൊപ്പമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് എനിക്ക് ബലം നൽകിയത്. എൻ്റെ ദൈവസഭ എൻ്റെ കൂടെ നിന്നതാണ് എനിക്ക് അനുഗ്രഹമായതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാമോ? ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ പരിപൂർണനാക്കും. നമുക്ക് മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിന്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മറ്റാർക്കെങ്കിലും എവിടെയെങ്കിലും മഹത്വം കൊടുത്താൽ എന്റെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാകത്തില്ല. എന്റെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാകാൻ ഒറ്റ വഴി, മഹത്വം ദൈവത്തിന് കൊടുക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ അടിയനെ സഹായിക്കണമേ. മഹത്വം കൊടുക്കുന്നവന് പൂർണ്ണ വിടുതൽ തരാൻ ദൈവം മതിയായവനാണ്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കൂടെ വായിച്ചോളൂ. നമുക്കറിയാവുന്ന ചിന്തയാണ്, എങ്കിലും അതുകൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 16:25. മതി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി. അപ്പം ഇവർ ചെയ്തത് എന്തുവാ? ദൈവത്തിന് മഹത്വം കൊടുത്തു. എവിടെ കിടന്ന? കാരാഗ്രഹത്തിൽ. സമയമേതാ? അർദ്ധരാത്രി. ഏറ്റവും ഇരുട്ടുള്ളപ്പോൾ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ അർദ്ധരാത്രി. ആക്ച്വലി അർദ്ധരാത്രി മാത്രമല്ല, ജീവിതത്തിൽ ചില ഒത്തിരി അർദ്ധരാത്രികളൊക്കെ നമുക്ക് സംഭവിക്കാം. നമുക്കറിയാമല്ലോ, ഏറ്റവും ഇരുട്ട് നേരിടുന്ന സമയമാണ് അർദ്ധരാത്രി. അതിനുശേഷം ഇരുട്ടിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരും. ക്ലൈമാക്സിലെത്തുന്ന സമയത്ത്, ആ ഇരുട്ടിൻ്റെ ആ ഉച്ചകോടിയിലെത്തിയപ്പോൾ വേണമെങ്കിൽ ശപിക്കാം, ദൈവത്തെ ദൂഷിക്കാം, എന്തും ചെയ്യാം. പക്ഷെങ്കിൽ ഇവർ ചെയ്ത കാര്യം അവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ? ഇവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും വിലയിരുത്തണം. പുറം അടിച്ച് പൊട്ടിച്ചിരിക്കുക, കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുക, കാൽ ആമത്തിലിട്ടിരിക്കുക, വേദന അസഹനീയമാ. ഇവരെ പഴിച്ച പഴി ശാരീരികം മാത്രമല്ല, മാനസികമായ വേദനകളും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെ നടുവിലും ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞു. കൃപ, ദൈവകൃപ. ഇവർ ചിന്തിച്ചില്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, ആരാധനാലയത്തിൽ ചെല്ലട്ടെ, ഒരവസരം കിട്ടട്ടെ, അവിടെ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമെന്നല്ല ചിന്തിച്ചത്. ഈ കാരാഗ്രഹത്തിന്റെ അകത്തെ മുറിയിലും കാരാഗ്രഹത്തിന്റെ ആ കാഠിന്യത്തിന്റെ നടുവിലും അർദ്ധരാത്രിയിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ 2 ഭക്തന്മാർ തയ്യാറായപ്പോൾ, തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കണമെന്നില്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാരാഗ്രഹത്തിന്റെ അടിത്തറയെ ഇളക്കിക്കൊണ്ട്, ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട്, ആമത്തെ തകർത്തുകൊണ്ട് ഇവർക്ക് വിടുതൽ കിട്ടിയത് പ്രശ്നത്തിന്റെ നടുവിലും ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോഴാണ്. അങ്ങനെ ഇതിൽ ഇന്ന് പകൽ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാമോ? നിന്റെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും,
നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി മാറും. ഇന്ന് പകൽ വിളിച്ചു പറ, ചില രോഗം നാളുകളായി നിന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, വൈദ്യശാസ്ത്രം എത്രയൊക്കെ മാറി മാറി മരുന്ന് ചെയ്തിട്ടും ഇപ്പോഴും വേണ്ട വിധത്തിൽ സൗഖ്യം കിട്ടാതിരിക്കുന്ന ആ രോഗത്തിന്റെ ചങ്ങലയ്ക്കകത്ത് നീ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ വിളിച്ചു പറ, കർത്താവേ, ഈ രോഗാവസ്ഥയിൽ ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമെങ്കിൽ നിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ ചില കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകും. ഇന്ന് മകൾ വിശ്വാസമുള്ളവർ ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്, സ്തോത്രം ചെയ്താട്ട്, ഒരുമിച്ച് വിളിച്ചു പറഞ്ഞാട്ട്, കർത്താവേ, ഈ ബന്ധനത്തിന്റെ നടുവിലും ഈ കാരാഗ്രഹത്തിന്റെ നടുവിലും ഈ അർദ്ധരാത്രിയിലും മുന്നോട്ട് പോകാൻ വഴി കാണാതെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നിടത്തും ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ എത്ര പേർ അതിന് തയ്യാറാകുന്നു? ആത്മാവിൽ ഞാൻ വിശ്വാസത്തോടൊരു ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ നിന്റെ രോഗത്തെ നോക്കിക്കൊണ്ട് നീ നിരാശപ്പെടാതെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊക്കെ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ട് ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, നീ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാമെങ്കിൽ നീ അറിയാതെ ചില ചങ്ങലകൾ അഴിഞ്ഞു മാറുകയാണ്, ചില കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി മാറുകയാ. നിന്നെ ബന്ധിച്ചിരുന്ന ആ രോഗം ഇനി അവിടെ ഇല്ല. നീ പുറത്തിറങ്ങുക. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പറയാം, കർത്താവേ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണം കർത്താവേ. മഹത്വം കൊടുക്കാമോ? പ്രതീക്ഷിക്കാത്ത വിടുതല, ചിന്തിച്ചതിലപ്പുറമാ, ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി മഹത്വം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? നീ പൂർണ്ണനാകും. യുവർ ഫെയ്ത്ത് മേഡ് യു പെർഫെക്റ്റ്. നിന്റെ വിശ്വാസം, നീ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ, ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുവാൻ തയ്യാറായപ്പോൾ, നിന്നെ സമ്പൂർണ്ണനാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുത്ത അപ്പോസ്തലന്മാരെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ അങ്ങ് ആരാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് തരണം കർത്താവേ. ആ തിരിച്ചറിവോട് അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുത്താൽ എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. മറുഭാഗം മറക്കരുത്. മഹത്വം കൊടുക്കാതിരുന്നാൽ ലഭ്യമാകുന്ന ശിക്ഷകളും വളരെ വലുതാണ്. മഹത്വം നാളുകളായി കൊടുക്കാതിരുന്നാൽ മഹത്വം പോയി പോകും, ഇറങ്ങി മാറും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാം. ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്കോട് വിരാമം കൊടുക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.